പശ്ചിമേഷ്യ വീണ്ടും ഒരുതരം അപകടകരമായ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. പല വർഷങ്ങളായി ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുന്ന സംഘർഷങ്ങൾ കണ്ടിട്ടുള്ള ഈ മേഖലയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഒരു പുതിയ ഭീകരതയുണ്ട്. ഇസ്രയേലും അമേരിക്കയും ചേർന്ന സഖ്യവും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ രണ്ടാഴ്ചത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ യുദ്ധങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ ലക്ഷ്യമാകുന്നത് മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന സംവിധാനങ്ങളിലാണ്. പ്രത്യേകിച്ച് സമുദ്രജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ യുദ്ധത്തിന്റെ ഭീഷണി ഭൗമരാഷ്ട്രീയതയിൽ നിന്ന് നേരിട്ട് മനുഷ്യ ജീവിതത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് സൂചിപ്പിക്കുന്നു. ശനിയാഴ്ച ഇറാനിലെ കിഷൻ ദ്വീപിലുള്ള സമുദ്രജല ശുദ്ധീകരണശാലയെ അമേരിക്ക ആക്രമിച്ചതോടെ ഈ പുതിയ അധ്യായം ആരംഭിച്ചു. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് കുടിവെള്ളം നൽകുന്ന പ്രധാന സംവിധാനങ്ങളിൽ ഒന്നായിരുന്ന ആ പ്ലാന്റ് ലക്ഷ്യമാക്കിയതോടെ യുദ്ധം വെറും സൈനിക കേന്ദ്രങ്ങൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന സന്ദേശമാണ് ലോകം കണ്ടത്. അതിന് മറുപടിയായി അടുത്ത ദിവസം തന്നെ ബഹ്റിനിലെ സമുദ്രജല ശുദ്ധീകരണ സംവിധാനത്തെ ഇറാൻ ആക്രമിച്ചതോടെ സംഘർഷം പരസ്പര പ്രതികാരങ്ങളുടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. ഗൾഫ് മേഖലയിലെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും കുടിവെള്ളം ലഭിക്കുന്നത് സമുദ്രജല ശുദ്ധീകരണ പ്ലാന്റുകളിലൂടെ തന്നെയാണ്. പ്രകൃതിദത്തമായ ശുദ്ധജല സ്രോതസ്സുകൾ വളരെ കുറവായതിനാൽ ഈ പ്ലാന്റുകൾ ഇല്ലാതാവുകയാണെങ്കിൽ വലിയ നഗരങ്ങൾ പോലും ദിവസങ്ങൾക്കകം കുടിവെള്ള ക്ഷാമത്തിലേക്ക് തള്ളപ്പെടും. അതിനാൽ അവയെ ലക്ഷ്യമാക്കുന്ന ആക്രമണം സൈനിക തന്ത്രം എന്നതിലുപരി സാമൂഹികവും സാമ്പത്തികവുമായ ദുരന്തത്തിന് വാതിൽ തുറക്കുന്ന നീക്കമാണ്. കുടിവെള്ളം, വൈദ്യുതി, ഇന്ധനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ തകരുമ്പോൾ യുദ്ധത്തിന്റെ ആഘാതം ജനങ്ങളിലേക്ക് നേരിട്ടെത്തും. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന്റെ കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നത്. ഇസ്രായേൽ അമേരിക്ക സഖ്യത്തിന്റെ നിലപാട് വ്യക്തമാണ്. ഇറാൻ വർഷങ്ങളായി മേഖലയിലുടനീളം രൂപപ്പെടുത്തിയ പ്രോക്സി ശക്തികളെ തകർക്കുകയും ഇറാന്റെ സൈനിക തന്ത്രശേഷി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ഹിസ്ബുള്ള, ഹമാസ്, ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ സംഘങ്ങൾ എന്നിവയ്ക്ക് ഇറാൻ നൽകുന്ന പിന്തുണ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ ഭീഷണിയായി അവർ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇറാന്റെ തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ അവർ വർദ്ധിപ്പിച്ചു വരുന്നു. അതേസമയം ഇറാൻ നേരിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും പൂർണ്ണമായി നേരിടാൻ ശ്രമിക്കുന്നില്ല എങ്കിലും അസമമായ യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിക്കുന്ന ആക്രമണങ്ങൾക്കൊപ്പം ഇപ്പോൾ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്ന നീക്കങ്ങൾ കൂടി ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ സ്വഭാവം മാറുന്നു എന്നതിന്റെ സൂചനയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക താവളങ്ങളും അവിടുത്തെ സൗകര്യങ്ങളും സുരക്ഷിതമല്ല എന്ന സന്ദേശം നൽകുകയാണ് ഇറാന്റെ ലക്ഷ്യം. ഈ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ആശങ്ക ഗൾഫ് മേഖലയിലെ മറ്റു രാജ്യങ്ങളുടേതാണ്. ബഹ്റിൻ, ഖത്തർ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുമായി സുരക്ഷാ സഹകരണത്തിലാണെങ്കിലും ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമോ എന്ന ഭയമാണ് അവർക്കുള്ളത്. സമുദ്രജല ശുദ്ധീകരണശാലകൾ പോലുള്ള അടിസ്ഥാന സംവിധാനങ്ങൾ ആക്രമണ ലക്ഷ്യമാകുമ്പോൾ യുദ്ധത്തിന്റെ ആഘാതം അവരുടെ ആഭ്യന്തര സ്ഥിരതയെയും ബാധിക്കും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുടിവെള്ള വിതരണം തകരാൻ സാധ്യതയുണ്ടെന്നതിനാൽ ഈ രാജ്യത്തിനെ ആശങ്കയോടെയുള്ള സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യാഘാതം ആഗോള സാമ്പത്തിക രംഗത്തും ഇതിനോടകം പ്രത്യക്ഷപ്പെടുന്നു. നിലവിലെ യുദ്ധത്തിന്റെ മറ്റൊരു പ്രത്യേകത സാങ്കേതിക വിദ്യയുടെ വലിയ പങ്കാണ്. ദൂരനിയന്ത്രിത ഡ്രോണുകൾ, കൃത്യതയുള്ള മിസൈലുകൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവ യുദ്ധത്തിന്റെ രീതിയെ തന്നെ മാറ്റിയിരിക്കുകയാണ്. ചെറിയ ചെലവിൽ പോലും വലിയ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഇപ്പോൾ പല രാജ്യങ്ങൾക്കും ലഭ്യമാണ്. അതിനാൽ ഭാവിയിലെ യുദ്ധങ്ങൾ കൂടുതൽ അസമമായതും പ്രവചിക്കാനാകാത്തതുമായ രൂപത്തിലേക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ ചോദ്യം ഇതാണ്, ഇനി എന്ത്? ഈ സംഘർഷം നിയന്ത്രണാതീതമായി വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നീങ്ങുമോ? അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ അതിനെ നിയന്ത്രിക്കുമോ? അമേരിക്കയ്ക്ക് ഇറാനെ പൂർണ്ണമായും തകർക്കുന്ന യുദ്ധത്തിലേക്ക് പോകുന്നത് വലിയ അപകടമാണ്. അതുപോലെ ഇറാനും നേരിട്ടുള്ള സമഗ്ര യുദ്ധത്തിലേക്ക് കടക്കാൻ തയ്യാറല്ല. എന്നാൽ പരസ്പര പ്രതികാരങ്ങളുടെ ചക്രം തുടരുകയാണെങ്കിൽ ഒരു ചെറിയ പിഴവോ തെറ്റായ വിലയിരുത്തലോ വലിയ യുദ്ധത്തിന് വഴിവെക്കാം. പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ പലപ്പോഴും ലോകത്തെ തന്നെ മാറ്റിമറിച്ച ചരിത്രം നമുക്കറിയാം. എന്നാൽ ഇപ്പോഴത്തെ സംഘർഷാവസ്ഥത്തിന്റെ പ്രത്യേകത അത് മനുഷ്യരുടെ അടിസ്ഥാന ജീവിത സൗകര്യങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്നതാണ്. കുടിവെള്ളം പോലുള്ള ജീവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും യുദ്ധത്തിന്റെ ആയുധമായി മാറുന്ന പുതിയ ഘട്ടത്തിലേക്കാണ് ഈ മേഖല നീങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ യുദ്ധം നിർത്താനുള്ള അന്താരാഷ്ട്ര ഇടപെടൽ വൈകിയാൽ പശ്ചിമേഷ്യയുടെ ഭാവി മാത്രമല്ല ലോകത്തിന്റെ സ്ഥിരതയും വലിയ പരീക്ഷണത്തിലേക്ക് നീങ്ങും.